യേശു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിച്ച് തന്നതുകൊണ്ടല്ലേ. യോഹന്നാൻ 15:13 പറയുന്നത്, സ്നേഹിതന്മാർക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹം ആർക്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മണിക്കൂറുകൾക്കകം തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി തന്നു. അതാണ് യേശുവിൻ്റെ സ്നേഹം. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാവരെയും ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഈ ആഴ്ചയിലെ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡും ഇറ്റ് വോണ്ട് ബി എനി ഡിഫറെൻറ്റ്. കർത്താവ് നമ്മളോട് സംസാരിക്കും, കർത്താവ് നമ്മളോട് വലിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്യുമെന്ന് ഞാൻ തീർത്തും വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ചേർന്നൊരു ആമേൻ പറയാമോ? ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ഒരു കീ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൊല്ലത്തിൽ നിന്ന് ചിഞ്ചു രാജ് എന്ന് പറയുന്ന സഹോദരിയാണ്. നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ജാനുവരി 17 വർഷങ്ങളായി മുടങ്ങിക്കിടന്ന വസ്തു ദൈവഹിതപ്രകാരമായിട്ടുള്ള ഒരു വിലയിൽ വിൽക്കുവാൻ സാധിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. ആമേൻ. വാട്ട് എ ഗ്രേറ്റ് ബ്രേക്ക് ത്രൂ. എത്ര പേരുടെ പ്രാർത്ഥനയാണല്ലേ അത് ഇവരുടെ ലൈഫിൽ അതുപോലെ സംഭവിച്ചു. ഇതുപോലത്തെ പ്രാർത്ഥന വിഷയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ തന്നെ കാണുവാൻ പോകുകയാണ്. ആമേൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഈ വിൽപ്പനയ്ക്ക് വേണ്ടി ദൈവം നൽകിയ വിടുതലിന് വേണ്ടി നന്ദി പറയുന്നു കർത്താവ്. അപ്പോൾ തന്നെ മക്കളുടെ ആ സർജറി വളരെ വിജയകരമായി കഴിഞ്ഞതിൻ്റെ നന്ദി ഞങ്ങൾ ഒരുമിച്ച് അർപ്പിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. കർത്താവ്, ഈ 2 വിഷയങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ തന്നെ മക്കളായ ആദിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ എക്സാമിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സകല വിദ്യാഭ്യാസ അനുഗ്രഹങ്ങളും അവരുടെ ലൈഫിൽ അവർ കാണട്ടെ. അപ്പോൾ തന്നെ ഇവർ ചെയ്യുന്ന ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വരുമാന മാർഗ്ഗങ്ങളെ ഒരുക്കണമേ, വാതിലുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മൾ ഒരുമിച്ച് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാളെ നമ്മുടെ എക്സാം ബ്ലെസ്സിങ് പ്രെയർ എല്ലാ സൺഡേ സർവീസുകളിലും എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും നടക്കുന്നു. രാവിലെ 7:45 നമുക്കൊരു ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്. 9:45 നമുക്ക് അപ്പോൾ തന്നെ ഒരു മലയാളം സർവീസ് ഉണ്ട്. അതെല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സിലും ഉണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഈ സർവീസിലേക്ക് നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് സൺഡേ സ്കൂൾ സിസ്റ്റംസും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കളെ അയക്കുക, മക്കളെ കൊണ്ടുവരിക. കർത്താവ് നമ്മുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി 14 എന്തോ പ്രത്യേകതയുണ്ടല്ലോ. ഫെബ്രുവരി 14 ഇന്ന് കൊടുത്തിരിക്കുന്ന ഫോക്കസ് വേർഡ് ലവ് ആൻഡ് കമ്പാഷൻ. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ. ഒത്തിരി ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര ഹരമുള്ള ദിവസമാണ്. കാരണം ദിസ് ഈസ് ദ ഡേ ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ. സ്നേഹവും മനസ്സലിവും. Ephesians chapter 4 verse number 2 ആണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. ബി കംപ്ലീറ്റ്ലി ഹംബിൾ ആൻഡ് ജെൻറ്റിൽ. നിങ്ങൾ സമ്പൂർണ്ണമായും വിനയമുള്ളവരും അല്ലേ, അതുപോലെ താഴ്മയുള്ളവരുമായിരിക്കും. ബി പേഷ്യൻറ്റ്, ക്ഷമയുള്ളവരായിരിക്കും. ബെയറിങ് വിത്ത് വൺ അനദർ ഇൻ ലവ്. സ്നേഹത്തോടെ തമ്മിൽ ക്ഷമിക്കണം, അല്ലെങ്കിൽ വഹിക്കണം, സഹിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡെക്ലറേഷൻ കാണാം. ഐ വാക്ക് ഇൻ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ടുഡേ. ഞാൻ ഇന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നടക്കുന്നു. ആൻഡ് കമ്പാഷൻ ഓപ്പൺസ് ഡോർസ് ടു ബ്രേക്ക് ത്രൂസ് ഇൻ റിലേഷൻഷിപ്സ്. ബന്ധങ്ങളിലെ ഒരു വലിയ വിടുതലിന് വേണ്ടി അല്ലെങ്കിൽ ജയത്തിന് വേണ്ടി കമ്പാഷൻ ഓപ്പൺസ് ഡോർസ്. മനസ്സലിവ് വാതിലുകൾ എനിക്കായി തുറന്നു തരുന്നു. അപ്പോൾ ഇത് വിശ്വസിക്കുന്നവരൊക്കെ ഇന്നത്തെ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക ലവ് ആൻഡ് കമ്പാഷൻ, സ്നേഹവും മനസ്സലിവും. എല്ലാവരും ബൈബിൾ റീഡിംഗ് പ്ലാൻ അനുസരിച്ച് എല്ലാം വായിച്ച് ടിക്ക് ചെയ്യണേ. ഞാൻ എല്ലാ ദിവസവും ഓർപ്പിക്കുന്നത് മറന്നു പോയിരിക്കാൻ. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. എന്താണ് വാലന്റൈൻസ് ഡേ? ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ വാലന്റൈൻസ് ഡേ എന്താണെന്നും ആർക്കും അറിയില്ല. ഇന്ന് പൂ എടുക്കുന്ന ദിവസമോ അല്ലേ? സ്നേഹം, ഐ ലവ് യു എന്ന്
ആരോടെങ്കിലുമൊക്കെ ചെന്ന് പറയുന്ന ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന് പ്രപ്പോസ് ചെയ്യാനുള്ള ദിവസമാണ്. ഇതൊക്കെയാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിൻ? ഞാനതിനെക്കുറിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, വാലന്റൈൻ എന്നു പേരുള്ളൊരു ക്രിസ്തീയ പുരോഹിതൻ ജീവിച്ചിരുന്നു. എപ്പോൾ? 3-ാം നൂറ്റാണ്ടിൽ. ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നൊരു, റോമിൽ ജീവിച്ചിരുന്നൊരു ക്രൈസ്തവ പുരോഹിതനാണ്. അദ്ദേഹത്തെ ചിലർ ബിഷപ്പായിട്ടാണ് കണക്കാക്കുന്നത്. ബിഷപ്പെന്ന് പറഞ്ഞാൽ ഇന്ന് ഉദ്ദേശിക്കുന്ന, നമ്മുടെ മനസ്സിൽ വരുന്ന പിക്ചറൊന്നുമല്ല അന്നത്തെ കാലത്ത്. അങ്ങനെയുള്ള ഒന്നും അന്ന് കാത്തലിക് ചർച്ച് ഉണ്ടായിട്ടില്ല. 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കാത്തലിക് ചർച്ചൊക്കെ ആ രീതിയിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഫോമിലേക്ക് വരുന്നത്. അതിനു മുമ്പ് അങ്ങനെ ഒന്നുമില്ല. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെയൊക്കെ ശേഷം വരുന്നതാണ്. അപ്പോൾ അന്നത്തെ ഈ വാലന്റൈൻ എന്ന് പറയുന്ന ക്രിസ്തീയ പുരോഹിതൻ ജീവിച്ചിരുന്ന കാലത്ത്, ആ സമയത്ത് എംപറർ ക്ലോഡിയോസ് ദ സെക്കൻഡ് കേട്ട് കാണും. അങ്ങനെ ഒരു സാമ്രാട്ടുണ്ട്, ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, ക്ലോഡിയോസ് ചക്രവർത്തി രണ്ടാമൻ. അദ്ദേഹം ഒരു പരിപാടി ചെയ്തു. അദ്ദേഹം പറഞ്ഞു, യുദ്ധത്തിൽ സേവ ചെയ്യുന്ന യുവാക്കന്മാർ വിവാഹം കഴിക്കരുത്. എങ്കിൽ മാത്രമേ അവർക്ക് വളരെ സിംഗിളായിട്ട് ഇരിക്കുമ്പോൾ, കല്യാണം കഴിക്കാതിരുന്നാൽ അവർക്ക് ദേ ക്യാൻ ബി മെയ്ഡ് ബെറ്റർ വാരിയേഴ്സ്. യുദ്ധത്തിൽ കുറേ കൂടി നല്ല, കാരണം കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ കുടുംബത്തെ ഓർത്ത് ഭാര്യയും മക്കളെയൊക്കെ ഓർത്ത് ഇങ്ങനെ വ്യാകുലപ്പെട്ട യുദ്ധമുന്നണിയിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിൽ ജയിക്കില്ല. അതുകൊണ്ട് ഈ പട്ടാളക്കാർ വിവാഹിതരാകരുത് എന്നൊരു നിയമം അദ്ദേഹം കൊണ്ടുവന്നു. ഈ സമയത്ത് വാലന്റൈൻ എന്ന ഈ പുരോഹിതൻ ചെയ്ത പരിപാടി, അദ്ദേഹം സീക്രട്ടായിട്ട് ക്രിസ്തീയ വിവാഹങ്ങൾ നടത്താൻ തുടങ്ങി. അധികാരികളെ അറിയിക്കാതെ, ചക്രവർത്തിയെ അറിയിക്കാതെ ഈ പട്ടാളക്കാരുൾപ്പെടെയുള്ള ആളുകളുടെ വിവാഹങ്ങൾ, പട്ടാളക്കാർ പ്രത്യേകിച്ച് ബാൻ ചെയ്യപ്പെട്ടവരുടെ വിവാഹങ്ങൾ സീക്രട്ടായിട്ട് നടത്തി കൊടുത്തു. അങ്ങനെ ദൈവം ആണ് വിവാഹം ഉണ്ടാക്കിയത് എന്ന് ഏദൻ തോട്ടത്തിൽ. മനുഷ്യൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല, ദൈവമാണ് വിവാഹം ഉണ്ടാക്കിയത്. അതല്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ അട്രാക്ഷൻ തോന്നുമ്പോൾ അങ്ങ് ചെയ്യുന്നൊരു പരിപാടിയല്ല വിവാഹം. ദൈവമായി ഡിസൈൻ ചെയ്ത് വളരെ പേർപ്പസോടുകൂടി ദൈവം ചെയ്ത ഒന്നാണ് വിവാഹം. അദ്ദേഹത്തിന് ഇതറിയാം, ആ ക്രിസ്തീയ മൂല്യം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ചക്രവർത്തിയുടെ ആ എന്താ പറയുക നിരോധനത്തെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം സീക്രട്ടായിട്ട് കല്യാണം നടത്തി കൊടുത്തു. പക്ഷെ പിന്നീട് അദ്ദേഹം പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ അവർ കൊന്നു. അത് AD 269 ഫെബ്രുവരി 14 അദ്ദേഹത്തെ ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനമാണെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ചോര അന്നൊഴുകി. ഈ പുരോഹിതൻ വാലന്റൈൻ, അന്നത്തെ ഒരു കോമൺ നെയിമാണ് വാലന്റൈൻ. ആണുങ്ങൾക്ക് വാലന്റൈൻ എന്നും, അതിൽ തന്നെ പെൺകുട്ടികൾക്ക് വലന്റീന എന്നും പേരിടും. എൻ്റെ ഇളയ സിസ്റ്ററിൻ്റെ പേര് വലന്റീന എന്നാണ്. അങ്ങനെ പേരിടും. അപ്പം അങ്ങനെ ഇദ്ദേഹത്തെ അന്ന് അതിനുശേഷം ക്രൈസ്തവ സഭ അദ്ദേഹത്തെ കണക്കാക്കിയത് ഹീസ് എ പ്രീസ്റ്റ് ഹു സ്റ്റുഡ് ഫോർ ലവ്, കമ്മിറ്റ്മെൻറ്റ്, ഫെയ്ത്ത്, അല്ലെ, വിശ്വാസം, അർപ്പണബോധം, സ്നേഹം, ഇതിനൊക്കെ വേണ്ടി നിലകൊണ്ട ഒരു ക്രൈസ്തവ പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹത്തെ കാണാൻ തുടങ്ങി. പിന്നീട് കുറേശ്ശെ വ്യതിയാനങ്ങളൊക്കെ വന്നു. റൊമാൻസ്, അഫെക്ഷൻ, എക്സ്പ്രഷൻ ഓഫ് ലവ്, അതിനൊക്കെ വേണ്ടി അസോസിയേറ്റ് ചെയ്ത് ഈ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനം, അതായത് ഫെബ്രുവരി 14 ആചരിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഇന്നത്തെ വാലന്റൈൻസ് ഡേ ആയി, ഈ കോലത്തിലായി, ഈ ഷേപ്പിലായി. ഇന്ന് വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ കമിതാക്കളുടെ ഒരു ദിവസം, സ്നേഹത്തിൻ്റെ ദിവസം, പ്രേമത്തിൻ്റെ ദിവസം എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററി ഇതാണ്. അദ്ദേഹം ചെയ്തത് ഒത്തിരി പേരുടെ ക്രൈസ്തവ വിവാഹം ശരിയായ രീതിയിൽ അദ്ദേഹം ചക്രവർത്തിയെപ്പോലും വെന്നുകൊണ്ട് ചെയ്തു കൊടുത്തു. അതിനുവേണ്ടി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട തൻ്റെ ജീവനാണ്. സ്നേഹത്തിന് വേണ്ടി ജീവൻ കൊടുത്തൊരു മനുഷ്യൻ. എനിവേ, ഇവിടെ യേശുവിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് പോലും പ്രചോദനം കിട്ടിയത് യേശുവിൻ്റെ. അതുകൊണ്ട് ഈ ദിവസം ഒത്തിരി പേരൊക്കെ ജീസസ് ഈസ് മൈ വാലന്റൈൻ എന്നൊക്കെ പറയാറുണ്ട്, വിശ്വാസി പിള്ളേർ. ഞാൻ പറയുന്നത്,
ഇന്നത്തെ നമ്മുടെ ഫോക്കസ് വേർഡ് ലവ് ആൻഡ് കമ്പാഷനാണ്. അതിനോട് കണക്ട് ചെയ്ത് ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. എഴുതുക, ലവ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ലിവിങ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് സ്നേഹം. അതിനുവേണ്ടി വാലന്റൈൻസ് ഡേ വരാനിരിക്കേണ്ട ആവശ്യമില്ലെന്ന്. ആരോടെങ്കിലും ഐ ലവ് യു പറയാൻ വേണ്ടി വാലന്റൈൻസ് ഡേക്ക് വേണ്ടി ഇരിക്കേണ്ട. എല്ലാ ദിവസവും കർത്താവിനെ നോക്കി ഐ ലവ് യു എന്നങ്ങ് പറഞ്ഞു. സ്നേഹം എന്ന് പറയുന്നൊരു വികാരം മാത്രമാണെന്ന് ആരും ചിന്തിക്കരുത്. തീർച്ചയായിട്ടും ഫീലിങ്സിൽ അല്ലെങ്കിൽ ഇമോഷണൽ ലവ് വേണം, അല്ലെങ്കിൽ പിന്നെ എന്തിനുള്ള. ഇറ്റ് ഈസ് ദ മാർക്ക് ഓഫ് ട്രൂ ഡിസൈപ്പിൾഷിപ്പ്. എന്നാൽ ശരിയായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് സ്നേഹം. എവ്രി ബ്രേക്ക് ത്രൂ ഇൻ റിലേഷൻഷിപ്സ് ബിഗിൻസ് വിത്ത് എ ഹാർട്ട് ഷേപ്ഡ് ബൈ ക്രൈസ്റ്റ് ലവ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഷെയ്പ്പ് ചെയ്യപ്പെട്ട ഒരു ഹൃദയത്തിൽ മാത്രമേ, അവിടെ മാത്രമാണ് ബന്ധങ്ങളിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുകയുള്ളൂ. എഫിഷ്യൻസ് 4:2 നമ്മൾ നേരത്തെ കണ്ട്, ബെയറിംഗ് വിത്ത് വൺ അനദർ ഇൻ ലവ്. സ്നേഹത്തിൽ മറ്റുള്ളവരെ സഹിക്കുക, പൊറുക്കുക. ജോൺ 13:34-35, യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ 34-35 വായിക്കുമ്പോൾ, ലവ് വൺ അനദർ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. 1 Corinthians chapter 13 verse number 1-3. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, വിതൗട്ട് ലവ് ഐ എം നത്തിങ്. സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എ ഹൗസ് ബിൽറ്റ് വിതൗട്ട് ഫൗണ്ടേഷൻ വിൽ കൊളാപ്സ്. ഒരടിസ്ഥാനവുമില്ലാതെ ഒരു കെട്ടിടം കെട്ടിപ്പൊക്കിയാൽ കെട്ടിടം അതുപോലെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. ഇതുപോലെ ലവ് ഈസ് ദ ഫൗണ്ടേഷൻ ദാറ്റ് ഹോൾഡ്സ് എവ്രി റിലേഷൻഷിപ്പ് ടുഗെദർ. എല്ലാ ബന്ധങ്ങളെയും പിടിച്ചു നിർത്തുന്നത് സ്നേഹമാണ്. സ്നേഹബന്ധം എന്നാണ് അത് പറയപ്പെടുന്നത്. നമ്പർ 2 എഴുതുക, കമ്പാഷൻ മൂവ്സ് ആസ് ടുവേർഡ് പീപ്പിൾ, നോട്ട് എവേ ഫ്രം ദം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. മനസ്സലിവുണ്ടെങ്കിൽ മനസ്സലിവ് നമ്മെ ജനങ്ങളിലേക്ക് കൊണ്ടുപോകും, ജനങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുകയില്ല. സോ ജനങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് എന്താണ്? കമ്പാഷൻ, മനസ്സലിവ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചെല്ലും. കമ്പാഷൻ സീസ് പെയിൻ ആൻഡ് റെസ്പോൺസ് വിത്ത് മെർസി. ഈ നമ്മുടെ അകത്ത് കമ്പാഷൻ വന്നു കഴിഞ്ഞാൽ വേദനിക്കുന്നവരെ നമ്മൾ കാണും, എന്നിട്ട് കരുണയോടുകൂടെ നമ്മൾ അവരോട് പ്രതികരിക്കും. ജീസസ് വാസ് ഓഫ്റ്റൻ മൂവ്ഡ് വിത്ത് കമ്പാഷൻ ബിഫോർ ഹി ഹീൽഡ് ആൻഡ് റെസ്റ്റോർഡ് പീപ്പിൾ. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം, യേശുവിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, യേശു ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, എത്ര പേർക്കറിയാം ദി ന്യൂ ടെസ്റ്റമെൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ലവ്? എത്ര പേർക്കറിയാം? പുതിയ നിയമത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് വാസ് ഫിയർ. പഴയ നിയമത്തിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഭയമാണ്. ദൈവത്തെ ആളുകൾ പേടിച്ചിട്ടാണ് അനുസരിക്കുന്നത്. ശിക്ഷ വരും, ശാപം വരും എന്ന് പേടിച്ചിട്ട്. പക്ഷേ ഈ കാലത്ത് ശിക്ഷ വരുമെന്ന് പേടിച്ചിട്ടല്ല നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത്. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ്. ഐ ലവ് ഹിം ബിക്കോസ് ഹി ഫസ്റ്റ് ലവ്ഡ് മീ. അവൻ എന്നെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് ഞാൻ അവനെ തിരിച്ച് സ്നേഹിക്കുന്നു. ഞാൻ അവനെ അനുസരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്, പേടിച്ചിട്ടല്ല. ശിക്ഷ വരുമെന്ന് പേടിച്ചിട്ടല്ല, വണ്ടി ഇടിച്ച് ചാവുമെന്ന് പേടിച്ചിട്ടല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 14, ഇഫ് യു ലവ് മീ യു വിൽ ഒബേ മൈ കമാൻഡ്സ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. ഓക്കെ. ലവ് ഡസ് നോട്ട് ഇഗ്നോർ സഫറിങ്, ഇറ്റ് സ്റ്റെപ്സ് ഇൻ ടു ഇറ്റ്. സ്നേഹം ഒരിക്കലും കഷ്ടപ്പെടുന്നവരെ അവഗണിക്കുന്നില്ല, പകരം അവരിടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. മാത്യു 9:36 വായിച്ച് നോക്കി. മത്തായിയുടെ സുവിശേഷം 9:36, ഹി ഹാഡ് കമ്പാഷൻ ഓൺ ദം. കർത്താവിന് അവരോട് മനസ്സലിവുണ്ടായി. ലൂക്ക് 10:33-34, ലൂക്കോസിൻ്റെ സുവിശേഷം 10-33-34, ദ ഗുഡ് സമാരിറ്റൻ. അവിടെ കാണാം അവന് കമ്പാഷൻ ഉണ്ടായി. അതുകൊണ്ട് അർദ്ധപ്രാണാവസ്ഥയിലായി, മുറിവേറ്റ്, കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു തകർന്നു കിടക്കുന്ന ആ വ്യക്തിയെ
പരിചരിക്കുകയും ഒരു സത്രത്തിൽ കൊണ്ടാക്കുകയും ഇനി എന്തെങ്കിലും കൂടുതൽ ചിലവ് വരികയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ തന്നോളാമെന്ന് പറഞ്ഞു. കൊലോസിയൻസ് 3:12, കൊലോസ്യ ലേഖനം 3:12 വായിക്കുന്നത്, ക്ലോത്ത് യുവർ സെൽവ്സ് വിത്ത് കമ്പാഷൻ. നിങ്ങളെ തന്നെ ക്ലോത്ത് യുവർ സെൽവ്സ് വിത്ത് കമ്പാഷൻ, നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സലിവ് കൊണ്ട്, മനസ്സലിവിൻ്റെ ഒരു കുപ്പായം ധരിച്ചോളാനാണ് പറയുന്നത്. എ ബ്രിഡ്ജ് കണക്ട്സ് ടു സൈഡ്സ് that were separated. Compassion builds bridges where walls once stood. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എ ബ്രിഡ്ജ് കണക്ട്സ് ടു സൈഡ്സ് that were separated. അകന്നുപോയ രണ്ട് കാര്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഒരു പാലമെങ്കിൽ, കമ്പാഷൻ ചെയ്യുന്നത് ഇതുപോലെ അകന്നുപോയ മതിലുകൾ തമ്മിൽ ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയാണ് കമ്പാഷൻ. നമ്പർ 3 എഴുതുക. ലവ് റിക്വയർസ് പേഷ്യൻസ് ആൻഡ് ഹ്യൂമിലിറ്റി. സ്നേഹത്തിന് ആവശ്യമുള്ളത് എന്താണ്? പേഷ്യൻസ്, ദീർഘക്ഷമ, ക്ഷമയും അതുപോലെ വലിയ മനസ്സ്, താഴ്മയുമാണ് ആവശ്യമുള്ളത്. ട്രൂ ലവ് എൻജൂർസ് വീക്ക്നെസ് ആൻഡ് ഫോർഗീവ്സ് ഫോൾട്ട്സ്. ശരിക്കുള്ള സ്നേഹത്തെ എങ്ങനെ അറിയാം? ശരിക്കുള്ള സ്നേഹം ആളുകളുടെ ബലഹീനതകൾ, അതുപോലെ അവരുടെ തെറ്റുകൾ, അതിനെ പൊറുക്കുക, ക്ഷമിക്കുക, സഹിക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഹ്യൂമിലിറ്റി കീപ്സ് റിലേഷൻഷിപ്സ് അലൈവ്. എന്ന് മാത്രമല്ല, താഴ്മയുണ്ടെങ്കിൽ ബന്ധങ്ങളെ അത് വളരെ ലൈവായി സജീവമായി നിർത്തും. ആൻഡ് പേഷ്യൻസ് അലൗസ് ഹീലിങ്സ് ടു ഗ്രോ. മാത്രമല്ല, പേഷ്യൻസ്, ക്ഷമിക്കുന്ന, പൊറുക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും സൗഖ്യം നടക്കുന്നത്, ബന്ധങ്ങളിൽ സൗഖ്യം നടക്കും. പല ബന്ധങ്ങളും റെസ്റ്റോർഡാകാതിരിക്കുവാനുള്ള കാരണം ക്ഷമിക്കുന്നില്ല, അവർ പൊറുക്കുന്നില്ല. അതുകൊണ്ടാണ് എഫേസ്യൻസ് 4:2, എഫേസ്യ ലേഖനം 4:2, ബി പേഷ്യൻറ്റ്, ഹംബിൾ ആൻഡ് ജെൻറ്റിൽ. എന്താണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്? നിങ്ങൾ ദീർഘക്ഷമയുള്ളവരായി, പൊറുക്കുന്നവരായി, സഹിക്കുന്നവരായി, താഴ്മയുള്ളവരായി, വിനയമുള്ളവരായി ഇരിപ്പിൻ. പ്രോവർബ്സ് 19:11 എന്നെടുത്ത് വായിച്ച് നോക്കണം. സദൃശവാക്യങ്ങൾ 19:11. ഇറ്റ് ഈസ് ടു വൺസ് ഗ്ലോറി ടു ഓവർലുക്ക് ആൻ ഒഫൻസ്. ഒരാളുടെ തെറ്റ് കണ്ടില്ലെന്ന് വെച്ചു, അതെന്താണ്? അത് അയാൾക്ക് മഹത്വമാണ്. കാരണം ഇതുപോലെ മറ്റൊരാളുടെ തെറ്റുകൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലപ്പോഴും ആ തെറ്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത്, എന്നാൽ പോലും ആ തെറ്റ് സമ്മതിച്ചു കൊടുക്കാൻ പലപ്പോഴും നമുക്ക് ഈഗോ പ്രശ്നമുണ്ട്. ഇതാണ് നമ്മൾ സാധാരണ പൊതുവെയുള്ള രീതി. എന്നാൽ മറ്റൊരാളുടെ തെറ്റ് ഓവർലുക്ക് ചെയ്യുക, കണ്ടില്ലെന്ന് നടിക്കുക. കണ്ടു, അത് തെറ്റാണെന്നറിയാം, എങ്കിലും അതിനപ്പുറത്ത്, അതിന് മുകളിലൂടെ അയാളെ സ്നേഹിച്ചു. അതാണ് അയാളുടെ മഹത്വം. 1 Peter chapter 4:8, 1 Petrus 4:8 പറയുന്നു. നോക്കിയ, ലവ് കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. ഈ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്ന് വെച്ചാൽ മറച്ചു പിടിക്കുന്നു. ഒത്തിരി പാപങ്ങളുണ്ട്, പക്ഷേ പാപങ്ങളുടെ ബഹുത്വത്തെ സ്നേഹം കൊണ്ടൊന്ന് മറച്ചു വയ്ക്കാൻ പറ്റും. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കാണാം. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ വലിച്ചിഴച്ച് പൊതുവിൽ പള്ളിയിൽ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരുപക്ഷെ മുടിക്കൊക്കെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് ഇട്ടു. ഇവളെ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചിരിക്കുന്നു. മോശ പറയുന്ന കല്ലെറിയണം, നീ എന്തു പറയുന്നു? കർത്താവ് നിലത്ത് കുനിഞ്ഞെഴുതിക്കൊണ്ടിരുന്നു. അതിനുശേഷം അവരോട് പറഞ്ഞു, ഓക്കെ, കല്ലെറിയണം. പക്ഷേ മോശ പറഞ്ഞ പോലെ ചെയ്യണ്ട. ഞാൻ പറയുന്നത്, നിങ്ങൾ പാപം ചെയ്തിട്ടില്ലാത്തവർ ആദ്യം എറിയട്ടെ, സെക്കൻഡ് ചാൻസ് പാപം ചെയ്തവർക്ക് തരാം. ജസ്റ്റ് സൈലൻസ്. നിങ്ങൾക്ക് ഒരുപക്ഷെ കാതിൽ കേൾക്കാൻ കഴിയും, അവിടെ ചുറ്റും നിന്നിരുന്ന ജനം കല്ലുകൾ ഓരോന്നും അവരറിയാതെ തന്നെ വിരലുകൾ വിടർന്ന് ആ കല്ലുകൾ താഴേക്ക് ഓരോന്നും കല്ലുകൾ ഇങ്ങനെ വീഴുന്നൊരു രംഗം.
കാതിൽ നിങ്ങൾക്ക് കേൾക്കാം, കണ്ണുകൊണ്ട് കാണാമോ? അപ്പോൾ അവിടെ യേശു എന്താ ചെയ്തത്? അവളോടുള്ള, ആ പാപിയായ സ്ത്രീയോടുള്ള യേശുവിൻ്റെ കരുണയും മനസ്സലിവും നിമിത്തം, സ്നേഹം നിമിത്തം അവളുടെ അനേക പാപങ്ങളെ അവൻ കവർ ചെയ്തു, രക്ഷിച്ചു. കവർ ചെയ്ത് രക്ഷിച്ചു എന്നർത്ഥം. കവർ ചെയ്ത് പിടിച്ചു രക്ഷിച്ചു. ഇത് ആ ഒരു സ്ത്രീയെ മാത്രമാണോ? ഇതുപോലെ ന്യായവിധിക്ക് യോഗ്യരായിരുന്നു നമ്മളെല്ലാവരും, മനുഷ്യകുലം മൊത്തം. യേശുവിൻ്റെ സ്നേഹം ചങ്കുപിളർന്ന് തൻ്റെ ജീവൻ ചോര ഊറ്റിത്തന്ന് നമ്മളെ സ്നേഹിച്ചപ്പോൾ സകല മനുഷ്യരുടെയും സകല പാപങ്ങളെന്ന് വെച്ചാൽ എനിക്കത് പറയാൻ പോലും സാധ്യമല്ല. അത്രയ്ക്ക് ഹ്യൂജ് മൗണ്ടേനിയസ് ആയിട്ടുള്ള പാപങ്ങളുടെ ബഹുത്വത്തെ അവൻ്റെ സ്നേഹം മറച്ചു മായിച്ചു. വാ, അതിനെ പറയുന്ന പേരാണ് കവറിങ് ലവ് എന്ന് വെച്ചാൽ മറയ്ക്കുന്ന സ്നേഹം, മറ്റുള്ളവരുടെ പാപങ്ങളെ മറച്ചു കളയുന്ന. ഇന്ന് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുത്തൻ്റെ തെറ്റ് ഇല്ലാത്തതും ഉള്ളതും സ്റ്റോറി കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് അവനെ തേജോവധം ചെയ്ത് അവനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിപ്പിച്ച് അവൻ്റെ സമൂഹത്തിൽ ഇനി ഇറങ്ങി നടക്കാൻ പറ്റാത്തതുപോലെ ആക്കിക്കളയുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. യേശു നേരെ ഓപ്പോസിറ്റ് ചെയ്തു. നമ്മുടെ ആരുടെയും പാപം പുറത്തു കൊണ്ടുവരാതെ അത് തൻ്റെ രക്തത്തിൽ മറച്ച് മായ്ച്ചു കളയുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. ഈ വാലന്റൈൻസ് ഡേയിൽ ആ സ്നേഹം ഒന്ന് ഓർക്കണേ മക്കളെ. എല്ലാ വാലന്റൈൻസിനോടും ഞാൻ പറയാം, മക്കളെ യേശുവിൻ്റെ ഈ സ്നേഹം ഒന്ന് ഓർക്കണേ. ഹലോ, ഈ ചുവന്ന പുഷ്പമൊക്കെയാണ് എല്ലാവർക്കും കൊണ്ട് വാലന്റൈൻസിന് കൊടുക്കുന്നത്. യേശു തന്ന ചുവന്ന രക്തപുഷ്പം, തൻ്റെ ബ്ലഡ് കൊണ്ട്, തൻ്റെ ഹാർട്ട്, അതായിരുന്നു അവൻ്റെ പുഷ്പം. എ ഗാർഡനർ ഡസ് നോട്ട് ഷൗട്ട് അറ്റ് എ ഗ്രോയിങ് പ്ലാന്റ്. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടി, അതിനെ നോക്കി ഗാർഡനർ വഴക്കുറ ചീത്ത വിളിച്ച്, നീ എന്താ പെട്ടെന്ന് നാളെ വരുമ്പോഴേക്കും ഒരടിയും കൂടെ നീ വളർന്നിരിക്കണം എന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഗാർഡനർ ചെയ്യുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കും, ഇല്ലേ? ഹി വാട്ടേഴ്സ് ഇറ്റ് പേഷ്യൻ്റ്ലി. എന്നിട്ട് ലവ് ഗ്രോസ് പീപ്പിൾ ത്രൂ പേഷ്യൻസ് നോട്ട് പ്രഷർ. സ്നേഹം ജനങ്ങളെ വളർത്തിയെടുക്കുന്നത് സമ്മർദ്ദത്തിലൂടെയല്ല, ദീർഘക്ഷമയിലൂടെയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. ലവ് ആൻഡ് കമ്പാഷൻ പ്രൊഡ്യൂസ് ബ്രേക്ക് ത്രൂ ഇൻ റിലേഷൻഷിപ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടെ എഴുതിക്കും. സ്നേഹവും അതുപോലെ മനസ്സലിവും ബന്ധങ്ങളിൽ വലിയ വിടുതലുകൾ കൊണ്ടുവരുന്നു, വലിയ ഹീലിംഗ് കൊണ്ടുവരുന്നു. ബിക്കോസ് വെൻ ലവ് റൂൾസ് ദ ഹാർട്ട്, God heals divisions and restores broken bones. Compassion opens doors that anger can never open. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഹൃദയത്തിൽ സ്നേഹം കൊടികുത്തി വാഴുമ്പോൾ സംഭവിക്കുന്നത് എല്ലാ വിഭാഗീയതകളും എല്ലാ വിള്ളലുകളും എല്ലാം ഹീൽ ചെയ്ത് ബന്ധങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അതുപോലെ മനസ്സലിവുണ്ടെങ്കിൽ കോപത്തിന് തുറക്കാൻ കഴിയാത്ത വാതിലുകൾ മനസ്സലിവ് തുറക്കും. ചില വചനങ്ങൾ പറഞ്ഞേക്കാം. റോമൻസ് 12:10, റോമാലേഖനം 12:10, ബി ഡിവോട്ടഡ് ടു വൺ അനദർ ഇൻ ലവ്. തമ്മിൽ സ്നേഹത്തിൽ എന്ത് ചെയ്യാം? ഒരു സ്നേഹത്തിൽ തമ്മിൽ ബന്ധപ്പെട്ടിരിപ്പേൻ. അതുപോലെ മാത്യു 5:9 പറയുന്നത്, ബ്ലെസ്ഡ് ആർ ദി പീസ് മേക്കേഴ്സ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. Proverbs 16:7, സദൃശവാക്യങ്ങൾ 16:7, He makes even his enemies live at peace with him. ശത്രുക്കളെപ്പോലും തന്നോടൊപ്പം സമാധാനത്തിൽ ജീവിക്കാൻ ഇടയാക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ കൂടെ പറഞ്ഞേക്കാം. എ സോഫ്റ്റ് ആൻസർ ക്യാൻ അൺലോക്ക് എ ഡോർ ദാറ്റ് ഫോഴ്സ് കനോട്ട് ഓപ്പൺ. തള്ളി തുറക്കാൻ പോലും കഴിയാത്ത ചില വാതിലുകൾ ശാന്തമായി മറുപടി പറഞ്ഞാൽ തുറന്നു കിട്ടും. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിഞ്ഞുകൂടാ. സോ ബ്രേക്ക് ത്രൂ ഈസ് നോട്ട് ഓൺലി അബൌട്ട് പവർ ആൻഡ് മിറക്കിൾസ്. വിടുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയങ്കരമായ ശക്തിയും അത്ഭുതങ്ങളും മാത്രമല്ല. ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് ലവ് ആൻഡ് കമ്പാഷൻ. ഒരു സ്നേഹവും മനസ്സലിവും ഒക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. വാക്ക് ഇൻ ക്രൈസ്റ്റ് ലവ് ടുഡേ. നമുക്ക് അങ്ങനെ തീരുമാനിക്കും, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൊന്ന് ജീവിക്കാൻ. ആൻഡ് ലെറ്റ് ഹിസ് കൈൻഡ്നെസ് ബ്രിങ് ഹീലിംഗ്. അവൻ്റെ മനസ്സലിവ്, അവൻ്റെ ദയ സൗഖ്യം കൊണ്ടുവരട്ടെ. ആൻഡ് റെസ്റ്റോറേഷൻ ടു എവറി റിലേഷൻഷിപ്പ്. എല്ലാ ബന്ധങ്ങളിലും വലിയ റെസ്റ്റോറേഷൻ ഒക്കെ കൊണ്ടുവരട്ടെ.
സോ ഈ വാലന്റൈൻസ് ഡേയിൽ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ എത്ര പേരുണ്ട്? കൈ ഉയർത്തുക, കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഐ ഗീവ് മൈ ഹാർട്ട് ടു ജീസസ്. എല്ലാവരും ഹൃദയം കൊടുക്കുന്ന എല്ലാവരും ടൈപ്പ് ചെയ്തിടുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. ഫേസ്ബുക്കിലാകട്ടെ, യൂട്യൂബിലാകട്ടെ, ഏതെല്ലാം പ്ലാറ്റ്ഫോമിലാകട്ടെ. ഇതൊന്നുമില്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ വാട്സപ്പ് നമ്പറിലേക്ക്, എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്കോ ടൈപ്പ് ചെയ്തിടുക. ഐ ഗീവ് മൈ ഹാർട്ട് ടു ജീസസ് ടുഡേ. എൻ്റെ ഹൃദയം ഇന്ന് ഞാൻ യേശുവിന് നൽകുന്നു. കൈനീട്ടം ഇങ്ങനെ പ്രാർത്ഥി, എന്നോട് ചേർന്ന് പ്രാർത്ഥി. യേശുവേ, എൻ്റെ ഹൃദയം അങ്ങേക്കായി നൽകുന്നു. എന്നെ സ്നേഹിച്ച് അങ്ങയുടെ ജീവൻ എനിക്ക് തന്നതിനായി നന്ദി പറയുന്നു. യേശുവേ, അങ്ങൻ്റെ കർത്താവാണ്, അങ്ങൻ്റെ ദൈവമാണ്, അങ്ങൻ്റെ രക്ഷകനാണ്, അങ്ങൻ്റെ നാഥനാണ്, അങ്ങൻ്റെ എല്ലാമാണ്. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങ് നൽകുന്ന നിത്യജീവൻ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചതിനായി നന്ദി. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കൈനീട്ടി പിടിക്കും. കർത്താവ്, രോഗികളെ സൗഖ്യമാക്കണമേ. ഈ സമയത്ത് ഈ ഉറക്കത്തിൽ ഭയങ്കരമായ എന്തോ വിഷമം അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് ശ്വാസം കിട്ടാതെ പോലെയൊക്കെ ചാടി എഴുന്നേൽക്കുന്ന ചിലർ, ഹാർട്ട് നിന്ന് പോകുമോ, ഓക്സിജൻ സപ്ലൈ ഇല്ലാതായി പോകുമോ, അതുപോലെ ഈ അതിഭയങ്കരമായ കൂർക്കം വലി കൊണ്ട് എന്തോ സ്ട്രഗിൾ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ ഭയങ്കര ക്ലിയറായിട്ട് കർത്താവ് പറയുന്നു. ഇപ്പോൾ കർത്താവ് വിടുതൽ നൽകുകയാണ്. ഇൻ ജീസസ് നെയിം, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹോർമോണൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. PCOD പോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഒവേറിയൻ പ്രോബ്ലംസ്, സിസ്റ്റുകളെല്ലാം മാറിപ്പോട്ടെ. ബ്രസ്റ്റുള്ള ലംബുകൾ യേശുവിൻ്റെ നാമത്തിൽ ഡിസോൾവ് ചെയ്ത് മാറിപ്പോട്ടെ. കർത്താവിൻ്റെ വലിയ വിടുതൽ അങ്ങ് അയച്ചതിനായി നന്ദി. കൈനീട്ടുമ്പോൾ നിങ്ങളുടെ വിഷയം എന്താണ്, അതിപ്പോൾ യേശുവിനോട് പറയുക. കർത്താവെ, അവരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് കൊടുത്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ സൺഡേ ആണ്. ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് ടുഡേയിൽ വരിക, അല്ലെങ്കിൽ ഒട്ടും സാധിക്കാത്തൊരു ഓൺലൈനിൽ വാച്ച് ചെയ്യുക. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും മോർണിംഗ് ഗ്ലോറിയിൽ കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.